സൈക്കിളിലെ ഫ്യൂവൽ എന്ന് പറയുന്നത് പെട്രോൾ വേപ്പർ അല്ല ഗ്യാസോലിൻ. ഹീറ്റ് വലിച്ചെടുക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് എയർ. സിങ്ക് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ, റേഡിയേറ്റർ, ഇതെല്ലാം അതിനകത്ത് വരും. അവിടെ പെട്രോൾ ഇഗ്നൈറ്റ് ചെയ്യാൻ ഇലക്ട്രിക് സ്പാർക്ക് ഉപയോഗിക്കും. അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഒരു ഐസോകോറിക് പ്രോസസ്സിൽ കൂടെ. അതുകൊണ്ട് അതിനെ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് വിളിക്കും. ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഐസോകോറിക് പ്രോസസ്സിൽ കൂടെ. ഡീസൽ സൈക്കിളിൽ ഫ്യൂവല് ഡീസലാണ്, ക്രൂഡ് ഓയിലാണ്. ഈ രണ്ട് ഫ്യൂവലും സിലിണ്ടറിനകത്ത് വെച്ചാണ് ഇഗ്നൈറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് വിളിക്കുക. പെട്രോൾ ഇഗ്നൈറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് സ്പാർക്ക് ഉപയോഗിച്ചാണ്. പക്ഷേ ഡീസൽ എൻജിനിൽ ഡീസൽ ഇഗ്നൈറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ പ്രഷർ കൊടുത്തിട്ട് തന്നെ ഇഗ്നൈറ്റഡ് ആകുക. ഡീസൽ സ്പ്രേ. ഞാൻ ഈ എൻജിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ എഫിഷ്യൻസി കാൽക്കുലേഷൻ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡിസ്കഷനിൽ വരും. ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് അല്ല ഡീസൽ ഇഗ്നൈറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ കൂടെ, ഒരു ഹൈ പ്രഷറിൽ കൊണ്ട് പ്രീ ഹീറ്റിംഗ് എയറിനെ കംപ്രസ് ചെയ്തൊരു ഹൈ പ്രഷറിൽ കൊണ്ട് എത്തിച്ച് കഴിയുമ്പോൾ ഡീസലെ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും സിലിണ്ടറിനകത്തോട്ട്. അപ്പോൾ തന്നെ അത് ഇഗ്നൈറ്റ് ചെയ്യും. ആ സമയത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുക. അതുകൊണ്ട് ഇതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കും. ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ കൂടെ അല്ലെ ഐസോകോറിക് പ്രോസസ്സിൽ കൂടെ. ഇനി നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേഷൻ ഒന്ന് കാണാം. ABCD ഇതാണ് സൈക്ലിക് പ്രോസസ്സ്. സത്യത്തിൽ ഇതിന് മുമ്പ് ഒരു പ്രോസസ്സുണ്ട്, ഇൻടേക്ക് പ്രോസസ്സ്. എയർ അതിനകത്തോട്ട് സിലിണ്ടറിനകത്തോട്ട് സക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്, ഐസോബാറിക് പ്രോസസ്സ്. അതൊന്നും എഫിഷ്യൻസി കാൽക്കുലേഷൻ ആവശ്യമില്ല. ഇത് പ്യുവർ തിയററ്റിക്കൽ ആസ്പെക്റ്റ് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, പരീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. AB എന്ന് പറയുന്ന ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൽ കൂടെ ആദ്യം എയറിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യുക ടു ഹൈ പ്രഷർ P2. P1 എന്ന് പറയുന്ന ഇനീഷ്യൽ പ്രഷർ, അവിടെ നിന്ന് P2 എന്ന് പറയുന്ന ഹൈ പ്രഷറിലേക്ക് അഡയാബാറ്റിക് കംപ്രഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് BC എന്ന് പറയുന്ന ഐസോബാറിക് പ്രോസസ്സിൽ കൂടെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഡീസൽ സ്പ്രേ ചെയ്തിട്ട് അത് ഇഗ്നൈറ്റഡ് ആകും. അപ്പോൾ ഹീറ്റ് സ്വീകരിക്കുന്ന പ്രോസസ്സാണ് അത്, ഐസോകോറിക് പ്രോസസ്സ്. സ്വീകരിക്കുന്ന ഹീറ്റ് Q1. സിയിലെത്തുമ്പോൾ ഇത് അഡയാബാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന അപ്പോഴാണ് നമുക്ക് വർക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്, ഔട്ട്പുട്ട് എക്സ്റ്റേണൽ വർക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ഡിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇതിനെ കൂൾ ചെയ്യുന്നു, എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു, Q2. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് P1 V1 T1, സെക്കൻഡ് സ്റ്റേറ്റ് P2 V2 T2, P3 V3 T3, P4 V4 T4. പക്ഷേ V4ഉം V1ഉം ഈക്വലാ, ഇവിടെ P2ഉം P3യും ഈക്വലാ. ഇവിടെ രണ്ട് റേഷ്യോ പറയും. ഒന്ന് റോ ഈക്വൽസ് V1/V2, അതിനെ അഡയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്ന് പറയും. അത് ഓട്ടോ സൈക്കിളിൽ നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന് സിഗ്മ, ബിയിലെത്തുമ്പോൾ ഫ്യൂവല് കത്താൻ തുടങ്ങും, ഫ്യൂവല് ഇഞ്ചക്റ്റ് ചെയ്യും. സിയിലെത്തുമ്പം ഫ്യൂവല് കട്ട് ഓഫ് ചെയ്യും. ഇപ്പോഴത്തെ വോളിയം V3, ഇഞ്ചക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തെ വോളിയം V2. ഇത് തമ്മിലുള്ള റേഷ്യോ V3/V2, അതിനെ ഫ്യൂവൽ കട്ട് ഓഫ് റേഷ്യോ എന്നാ പറയുക. അപ്പോൾ രണ്ട് റേഷ്യോ ഇവിടെ എടുക്കണം, റോയും സിഗ്മയും. മറ്റ് റേഷ്യോസ് എടുത്തു ഇത് ചെയ്യാം. സാധാരണ ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഇനി Q1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് Q1 ഈക്വൽസ് MC, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. ഒരു മോൾ ഗ്യാസ്, യൂണിറ്റ് മാസ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ M is 1. C ഇവിടെ CP എയറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ 1 × CP × T3 - T2. Q2 ഹീറ്റ് റിജക്റ്റഡ്, അത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ
heat rejected is CV into T4 minus T1. സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ ഗാമ നമുക്കറിയാം, റേഷ്യോ സ്പെസിഫിക്സ്. എങ്കിൽ എഫിഷ്യൻസി ഈറ്റ ഓഫ് ദി എൻജിൻ ഈസ് സ്റ്റാൻഡേർഡ് എല്ലാ സൈക്ലിക് പ്രോസസ്സിനും എഫിഷ്യൻസി 1 മൈനസ് Q2 ബൈ Q1 ആണ്. ദറ്റ് ഈസ് 1 മൈനസ് സി വി ഇൻറ്റു T4 മൈനസ് T1 ബൈ സി പി ഇൻറ്റു T3 മൈനസ് T2. ഇതിനെയും നമുക്ക് ഇതിൽ സി പി ബൈ സി വി എന്ന് പറഞ്ഞാൽ ഗാമ, അപ്പോൾ സി വി ബൈ സി പി എന്ന് പറഞ്ഞാൽ 1 ബൈ ഗാമ വരും. ചുരുക്കത്തിൽ എഫിഷ്യൻസി ഈറ്റ ഈക്വൽസ് 1 മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു T4 മൈനസ് T1 ബൈ T3 മൈനസ് T2. ഇതിൽ T4ഉം T3യും T2ഉം ഇതെല്ലാം T1ലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം കണക്റ്റിംഗ് എ ആൻഡ് ബി ഈ ഫിഗറിൽ നോക്കാം. എയും ബിയും ഒരേ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ രണ്ട് സ്റ്റേറ്റുകളാണ്, ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും. അവിടെ അഡയാബാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാൻ ടിയും വിയും കൂടെ. അപ്പോൾ ഇവിടെ T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽസ് T2 V2 റേസ് ടു ഗാമ മൈനസ് 1. Or T2 equals T1 into V1 by V2 raised to gamma minus 1. പക്ഷേ V1 by V2 is rho compression ratio. അപ്പോൾ T1 into rho raised to gamma minus 1. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ബിയും സിയും കൂടെ കണക്ട് ചെയ്യാം. ബി സി എന്ന് പറഞ്ഞാൽ ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പി ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെ നമുക്ക് ഗ്യാസ് ഇക്വേഷൻ വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ V3 ബൈ T3 ഈക്വൽസ് V2 ബൈ T2. V3 ബൈ T3 ഈക്വൽസ് V2 ബൈ T2. Therefore, T3 equals T2 into V3 by V2. That is T2 into V3 by V2 is fuel cutoff ratio sigma. ഇനി ഇക്വേഷൻ 2ൽ നിന്ന് ഈ T2 എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന T3 ഈക്വൽസ് T1 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും, ഇൻറ്റു സിഗ്മ. ഈ T2വിൻ്റെ സ്ഥാനത്ത് ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ T3 ഈക്വൽസ് T1 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു സിഗ്മ. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി സിയും ഡിയും കൂടെ അഡയാബാറ്റിക് ഫോർമുല കണക്ട് ചെയ്യണം. T4 V4 raised to gamma minus 1 equals T3 V3 raised to gamma minus 1. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുക. ഒരു അഡയാബാറ്റിക് കർവിൽ 2 പോയിൻറ്റ്സാണ്. പക്ഷേ V4 എന്ന് പറഞ്ഞാൽ V1ന് തുല്യമാണ്. ഐസോബാറിക് പ്രോസസ് V4 ഈക്വൽസ് V1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കണക്റ്റിംഗ് സി ആൻഡ് ഡി T4 V4 raised to gamma minus 1 equals T3 V3 raised to gamma minus 1, or T4 equals T3 into V3 by V4 raised to gamma minus 1. But V4 equals V1, therefore T4 equals T3 into V3 by V1 the whole raised to gamma minus 1 equals T3 into V3 by V1 എന്ന് പറഞ്ഞാൽ V3 by V2 into V2 by V1 എന്ന് എടുക്കാമല്ലോ. V3 by V2 is sigma and V2 by V1 is 1 by rho. ചുരുക്കത്തിൽ T4 equals T3 into sigma into 1 by rho the whole raised to gamma minus 1. ഇക്വേഷൻ 3ൽ നിന്നും T3 എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T3 ഇക്വേഷൻ 3 അനുസരിച്ച് T1 റോ റേസ്റ്റ് ഗാമ മൈനസ് 1 ഇൻറ്റു സിഗ്മ. ദാറ്റ് ഇൻറ്റു ഇതിപ്പോൾ സിഗ്മ റേസ്റ്റ് ഗാമ മൈനസ് 1 ബൈ റോ റേസ്റ്റ് ഗാമ മൈനസ് 1. റോ റേസ്റ്റ് ഗാമ മൈനസ് 1 എണ്ണം ക്യാൻസൽ ചെയ്യും. സിഗ്മ ഇൻറ്റു സിഗ്മ റേസ്റ്റ് ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. ചുരുക്കത്തിൽ T4 ഈക്വൽസ് T1 ഇൻറ്റു സിഗ്മ റേസ്റ്റ് ഗാമ. ദറ്റ് ഈസ് ഇക്വേഷൻ 4. ഇനി ഇൻട്രൊഡ്യൂസിങ് 4 T2, T3 and T4 from equations 2, 3 and 4. In equation 1 we get efficiency eta equals 1 minus 1 by gamma into T4 minus T1 by T3 minus T2 now. T4 ഉം T3 T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
T1 കോമൺ ആയിട്ട് വരും, അത് ക്യാൻസൽ ചെയ്യും, പോയിട്ട് beta equals 1 minus 1 by gamma into 1 by rho raised to gamma minus 1 കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കാം into sigma raised to gamma by minus 1 by sigma minus 1. ഇതാണ് എയർ സ്റ്റാൻഡേർഡ് ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി. ഇത് ഐഡിയൽ കേസാണ്. ഈ കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഈസ് 64%. ഐഡിയൽ വാല്യൂ ഓഫ് ഈറ്റ ഈസ് അബൌട്ട് 64%, 0.648 കിട്ടുന്നത്. ഓട്ടോ സൈക്കിൾ അത് 67% ആയിരുന്നു. അപ്പോൾ ഓട്ടോ സൈക്കിളിനേക്കാൾ അല്ല പെട്രോൾ എഞ്ചിനേക്കാൾ ഡീസൽ എഞ്ചിന് എഫിഷ്യൻസി അല്പം കുറയും. പക്ഷേ മറ്റു ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, നമുക്കത് ചർച്ചയിൽ കാണാം. ഓട്ടോയും ഡീസലും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്, അത് നമ്മൾ ഡിസ്കഷനകത്ത് കാണും. ഈ കണ്ടിന്യൂസ് ആയിട്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. തെർമോഡൈനാമിക്സ് ആദ്യമായിട്ട് കണ്ടാലേ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകാനൊക്കത്തുള്ളൂ. ഇനി നമുക്ക് കാർനോട്ട് സൈക്കിൾ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡിസ്കഷൻസ് ഉണ്ട്. അത് അതിനൊടുവിലത്തേക്ക് അത് വെച്ചത്. അവിടെ കാർനോട്ട്സ് തിയറം ഉണ്ട്, പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇക്വാളിറ്റി, അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രോപ്പി, എൻതാൾപ്പി, ഗിബ്സ് ഫങ്ഷൻ, പിന്നെ മാക്സ്വെൽസ് റിലേഷൻ, ഇതെല്ലാം കാണാം. താങ്ക് യു.